Hello my dear friends, welcome back to Negentropy BTech Tuition. This is Afsal. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന വിസ്കോസിറ്റി. നമുക്ക് വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടിയെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസുകളുടെ എല്ലാവരുടെയും രാജാവായി ഇവനെ വിശേഷിപ്പിക്കാം. അപ്പോൾ രാജാവിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് വിസ്കോസിറ്റി ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരല്പം പുറകിലോട്ട് പോകാം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ള ഫ്രിക്ഷനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായി ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? രണ്ട് സോളിഡ് സർഫസുകൾ തമ്മിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫിനോമിനാണ് ഫ്രിക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഈ സർഫസിൻ്റെ മുകളിലേക്ക് ഈ സർഫസ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ എങ്ങോട്ടാണോ നമ്മുടെ സർഫസിൻ്റെ നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ കോൺടാക്ട് സർഫസിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു ഇല്ലേ? അതായത് മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതേ സെയിം കൺസെപ്റ്റ് നിങ്ങൾ ഇവിടെ കൊണ്ട് അപ്ലൈ ചെയ്യുക. പക്ഷേ ഇവിടെ രണ്ട് സോളിഡ് സർഫസുകളല്ല, അതിന് പകരം വരുന്ന എന്താണ്? രണ്ട് ഫ്ലൂയിഡ് ലെയറുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ്. ചുരുക്കി പറഞ്ഞാൽ ഫ്ലൂയിഡ്സിനകത്തുള്ള ഫ്രിക്ഷനെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആരെന്ന് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. നമുക്ക് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് പോവാം. സീ ദിസ്, ലെറ്റ്സ് സേ ഇതൊരു ഫ്ലൂയിഡ് ലെയേഴ്സുകളാണെന്ന് ചെയ്യുക. ഫ്ലൂയിഡ് ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് എന്ത് ചെയ്യുകയാണ്? ഫ്ലൂയിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. എങ്ങോട്ടാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്? ടുവേർഡ്സ് റൈറ്റ് വേർഡ് ഡയറക്ഷനിലോട്ട് ഫ്ലൂയിഡ് എന്ത് ചെയ്യുകയാണ്? ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ലെയറുകൾ തമ്മിൽ ടച്ച് ചെയ്താണ് ഫ്ലൂയിഡുകൾ ഫ്ലോ ചെയ്യുന്നത്. ഈ ഫ്ലൂയിഡ് ലെയറുകൾ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അതായത് ഒരു ഫ്ലൂയിഡ് മറ്റൊരു ഫ്ലൂയിഡിനെ പിടിച്ച് പുറകിലോട്ട് വലിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഞാൻ ഇവിടെ വിളിക്കാൻ പോകുന്ന പേരെന്താണെന്ന് അറിയാമോ? ഷിയർ ഫോഴ്സ് ആണ്. എന്താണ്? ഷിയർ ഫോഴ്സ് എന്ന് വിളിച്ചോട്ടെ. എഫ് ഈസ് ദ ഷിയർ ഫോഴ്സ്. നമ്മൾ അതേ പണ്ട് പഠിച്ച ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെയാണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിന് വരെ ഇവിടെ എന്ത് വിളിച്ചു? ഷിയർ ഫോഴ്സ്. കാരണം ഈ ഫ്ലൂയിഡ് ലെയറിന് പാരലായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഷിയർ ഫോഴ്സ്. ഒരു പ്ലെയിനിന് പാരലായിട്ട് ആക്ട് ചെയ്താൽ അവനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഷിയർ ഫോഴ്സ് എന്ന് വിളിക്കാം. ആ ഷിയർ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ നമുക്ക് എന്ത് വിളിക്കാം? ഷിയർ സ്ട്രെസ് എന്ന് വിളിച്ചൂടെ? സോ ഷിയർ സ്ട്രെസ് എന്താണ്? ഷിയർ സ്ട്രെസ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സിമ്പിൾ ടൗ ആണ്. ഷിയർ സ്ട്രെസ് ടൗ ഈസ് ഈക്വൽ ടു എന്താണ്? ഷിയർ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫ്ലൂയിഡ് ലെയറുകൾക്കിടയിലുള്ള ഏരിയയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഷിയറിംഗ് ഏരിയ എന്ന് വിളിക്കുന്നത്. അപ്പം ഫ്ലൂയിഡുകൾ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അത് കാരണം ആര് ഡെവലപ്പ് ചെയ്യുന്നു? ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഈ ഫ്ലോയെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആര് ഒബ്സർവ് ചെയ്തു? നമ്മുടെ ന്യൂട്ടൺ ഒബ്സർവ് ചെയ്തു. ന്യൂട്ടൺ ഒബ്സർവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഈ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dy എന്ന ടേമിന് പ്രൊപ്പോർഷണൽ ആണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ വാട്ട് ഈസ് ദിസ് du/dy? ഈ du/dy വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. എന്താണ്? വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ വാട്ട് ഈസ് ദിസ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്? സിമ്പിൾ ആണ്. ഗ്രേഡിയൻറ്റ് മീൻസ് ചേഞ്ച് ഓഫ് എനി പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ഈസ് നോൺ ആസ് ഗ്രേഡിയൻറ്റ്. ഇവിടെ യു എന്ന് പറയുന്നത് ആരാണ്? വെലോസിറ്റിയാണ്. നമുക്ക് ഓരോന്നായിട്ട് എഴുതി പോകാം. വാട്ട് ഈസ് ദിസ് യു? യു മീൻസ് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയാണ്, ഫ്ലൂയിഡ് ലെയറിൻ്റെ വെലോസിറ്റിയാണ്. വൈ മീൻസ് ഇറ്റ് ഇസ് എ ഡയറക്ഷൻ. ലെറ്റ്സ് സേ ഈ കാണുന്നത് എന്ത് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക? വൈ ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഈ കാണുന്നത് എക്സ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വൈ ഡയറക്ഷനിലുള്ള ഫ്ലൂയിഡിൻ്റെ ചേഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരെന്ന് പറയുന്നത് du/dy. അതാണ് ഞാൻ പറഞ്ഞത് എന്താണ്? വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഇത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ചേഞ്ച് ഓഫ് എനി പ്രോപ്പർട്ടി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ഈസ് നോൺ ആസ് ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റിക്ക് വരാൻ പ്രഷർ വന്നാലോ dp/dy വന്നാലോ അത് പ്രഷർ ഗ്രേഡിയൻ്റായി മാറും. ഇനി ടെമ്പറേച്ചർ വന്നാലോ ദാറ്റ് വിൽ ബി ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ആരാണ്? ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ആണ്. അത് ഞാൻ വിളിക്കുന്ന പേരാണ് du/dy എന്ന് പറയുന്നത്. ഇനി ഈ ഡിയും dy ഇവിടെ എവിടെയാണ് നമുക്ക് മനസ്സിലാക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഫോർ എക്സാമ്പിൾ നോക്കുക. ലെറ്റ്സ് സേ ഞാൻ രണ്ട് ലെയറുകൾ ഞാൻ ഇവിടെ ചൂസ് ചെയ്യും. ലെറ്റ്സ് സേ ദിസ് ഈസ് ലെയർ 1 ആൻഡ് ദിസ് ഈസ് ലെയർ 2. ഞാൻ ഇനി എൻ്റെ കംപ്ലീറ്റ് ഫോക്കസും എൻ്റെ കംപ്ലീറ്റ് ഒബ്സർവേഷനും ഈ രണ്ട് ലെയറുകൾക്കിടയിലൂടെ കൊടുക്കുകയാണ് വിചാരിക്കുക. ഈ രണ്ട് ലെയറുകൾ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? dy. കാരണം ഇത് വൈ ഡയറക്ഷനിലല്ലേ. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലെയർ ഈസ് നോൺ ആസ് dy. ഇനി നോക്കൂ, ഈ ഫ്ലൂയിഡ് ലെയറുകൾ തമ്മിൽ എന്തുണ്ടാകുന്നു? വെലോസിറ്റി ഡിഫറൻസ് ഉണ്ടാകുന്നു. ഈ രണ്ട് ഫ്ലൂയിഡ് ലെയറുകൾ തമ്മിലുള്ള വെലോസിറ്റി ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? du എന്ന് പറയുന്നത്.
സിമ്പിൾ. രണ്ട് ഫ്ലൂയിഡ് ലെയറുകൾ തമ്മിലുണ്ടാകുന്ന, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന രണ്ട് ഫ്ലൂയിഡ് ലെയറുകൾ തമ്മിലുണ്ടാകുന്ന വെലോസിറ്റി ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഡി യു. സോ du/dy എന്ന് വിളിക്കുന്നു. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഞാൻ മാറ്റാൻ പോവുകയാണ്. മാറ്റുമ്പോൾ നമ്മൾ എന്ത് ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. ആ കോൺസ്റ്റന്റ് ഞാൻ തൽക്കാലം മ്യൂ എന്ന് വിളിച്ചോട്ടെ. ദിസ് മ്യൂ ഇൻറ്റു du/dy. ഞാൻ പറഞ്ഞു ഈ ഒബ്സർവേഷൻ ആരാണ് ആദ്യം നടത്തിയത്? ഈ ഒബ്സർവേഷൻ ആദ്യം നടത്തിയത് ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് ഇവനെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ദിസ് ഇസ് നോൺ ആസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ വാട്ട് ഈസ് ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി, വിച്ച് മീൻസ് ടൗ ഈസ് പ്രൊപ്പോർഷണൽ ടു du/dy എന്ന് പറഞ്ഞു. അതുപോലെ ഏതെങ്കിലും ഫ്ലൂയിഡ് ഫ്ലോ എടുക്കുക, ആ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷേസസ് du/dy പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? അവൻ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. സിമ്പിളാണ്. നമ്മൾ മാക്സിമം കഥകൾ പഠിച്ചു പോവുകയാണ്. അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ഫോർ എക്സാമ്പിൾ, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? നമുക്ക് എയർ പറയാം. എയർ ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. വാട്ടർ ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. ഓയിൽ ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. നമ്മുടെ മെർക്കുറി ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്. ഈ ഫ്ലൂയിഡ്സുകളെല്ലാം എന്ത് ലോ ഒബേ ചെയ്യുന്നു? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്നു. അതായത് ഷിയർ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ആരാണ്? du/dy എന്ന് പറഞ്ഞ വെലോസിറ്റി ഗ്രേഡിയന്റിന് പ്രൊപ്പോർഷണലാണ്. ഇനി ഈ ലോ ന്യൂട്ടൺ കണ്ടുപിടിച്ച ഈ ലോ ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സ് ഉണ്ട്. ആ ഫ്ലൂയിഡ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. എന്താണ് അവൻ്റെ പേര്? നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ഒന്നുമില്ല, നമ്മുടെ ന്യൂട്ടൺസ്, അതായത് ആ ഫ്ലൂയിഡ്സിന് എന്തല്ല? ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du/dy എന്ന വെലോസിറ്റി ഗ്രേഡിയന്റിന് പ്രൊപ്പോർഷണൽ അല്ല. ആ ലോ ഒബേ ചെയ്യാത്ത എല്ലാ ഫ്ലൂയിഡ്സിനും ഞാൻ എന്ത് വിളിക്കുന്നു? നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുന്നു. ഇവനൊരു എക്സാമ്പിൾ അറിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആയിട്ടുള്ള നമ്മുടെ ബ്ലഡ്. അല്ലേ? പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ഫ്ലൂയിഡാണ് ബ്ലഡ്. നമ്മുടെ മനുഷ്യന്റെ സ്വഭാവം തന്നെ, അല്ലെങ്കിൽ തിരിച്ചാണ്. ബ്ലഡ് പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ടാണ് നമ്മളും അങ്ങനെ ആയിപ്പോയതാണെങ്കിൽ നമുക്ക് പറയാം. സോ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ബ്ലഡ്. ചുരുക്കി കുറെ കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇതിങ്ങനെയല്ല എന്താണ് ആധികാരികമായി പഠിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കൺസെപ്റ്റ്സുകൾ പറഞ്ഞ് ഒരു ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസ് നടത്തി വേണം പഠിക്കാൻ. ഫോർ എക്സാമ്പിൾ, വെലോസിറ്റി പ്രൊഫൈൽ നമ്മൾ പഠിക്കേണ്ടി വരുന്നു, ബൗണ്ടറി ലെയർ കൺസെപ്റ്റ് പഠിക്കേണ്ടി വരുന്നു, അതോടൊപ്പം തന്നെ നോ സ്ലീപ്പ് ബൗണ്ടറി കണ്ടീഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യത്തിലേക്ക് കടക്കാൻ. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ആദ്യമേ പഠിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് വൈവേ പഠിക്കാം. ഇപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് വിസ്കോസിറ്റി, ആ വിസ്കോസിറ്റിയിലെ അകത്തുള്ള ന്യൂട്ടൺസ് ലോ വിസ്കോസിറ്റിക്കകത്തുള്ള ടേംസുകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ആ ടേംസുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്രോബ്ലംസുകൾ വർക്കൗട്ട് ചെയ്യാം, അത് മാത്രമാണ് ഇപ്പോഴത്തെ ഫോക്കസ്. ബാക്കിയുള്ള കൺസെപ്റ്റ്സിലൊക്കെ പ്രോബ്ലംസ് പഠിപ്പിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ കോളേജുകളിലോ സ്കൂളുകളിലോ ഇങ്ങനെ ആയിരിക്കത്തില്ല പഠിപ്പിക്കുന്നത്, പക്ഷേ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഞാൻ ഒരല്പം സിംപ്ലിഫൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഈ മ്യൂ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ മ്യൂ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അല്ലേ, ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ആരാണ് മ്യൂ? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രോപ്പർട്ടി. അല്ലെങ്കിൽ നമുക്ക് അവൻ എന്ത് വിളിക്കാം? അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്ന് വിളിക്കാം. എന്താണ്? അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്ന് അവനെ വിളിക്കാം. ഈ പല പല പേരിൽ ഇവൻ അറിയപ്പെടും. അതുമല്ലെങ്കിൽ നമുക്ക് അവൻ എന്ത് വിളിക്കാം? ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് വിളിക്കാം. എന്താണ്? ഡൈനാമിക് വിസ്കോസിറ്റി. അങ്ങനെ പല പല പേരിൽ നമുക്ക് ഇവനെ അറിയപ്പെടും. പല ബുക്കുകാരും പല പല പേര് അറിയപ്പെടും. അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആരാണ്? ഈ പറയുന്ന ന്യൂട്ടൺസ് ലോയിൽ അകത്തുകൂടെ ജനിക്കപ്പെട്ട നമ്മുടെ മ്യൂ എന്ന് പറയുന്ന അബ്സല്യൂട്ട് വിസ്കോസിറ്റിയെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ന്യൂട്ടൺസ് ലോ വിസ്കോസിറ്റിയിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? മ്യൂ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പഠിക്കണം. കാരണം എല്ലാ പ്രോബ്ലത്തിലും യൂണിറ്റ് തെറ്റിച്ചാരി തന്നിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് യൂണിറ്റിലേക്ക് അവൻ എന്ത് ചെയ്യണം? കൊണ്ടുവരാം. നോക്കൂ നിങ്ങൾ, tau is equal to mu into du/dy, or mu is equal to എന്ത് പറയാം നമുക്ക്? mu is equal to tau into dy divided by du എന്ന് വിളിച്ചൂടെ? നമുക്കിനി നേരെ യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് ദിസ് tau? tau എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്, വിച്ച് മീൻസ് ഷിയർ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സ് ന്യൂട്ടൺ ആണ്, ഏരിയ എന്താണ്?
മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവന്റെ യൂണിറ്റ് എന്ത് കൊടുക്കാം? ഈ ടൗവിന്റെ യൂണിറ്റ് എന്ത് കൊടുക്കാം? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഞാൻ കൊടുത്തു. ഇനി ഡി വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? മീറ്റർ ആണ്. ഞാൻ അതേപോലെ മീറ്റർ കൊടുത്തു. ഡിവൈഡഡ് ബൈ ഡി യു എന്ന് പറഞ്ഞാൽ ആരാണ്? കാരണം വൈ മീൻസ് ഒരു ഡിസ്റ്റൻസ് ആണല്ലോ, ഞാൻ മീറ്റർ കൊടുത്തു. ഡി യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, വിച്ച് മീൻസ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ആരൊക്കെ തമ്മിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം? നോക്കുക, ഈ മീറ്ററും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കട്ട് കളയാം. ഈ 1/2 എന്ത് ചെയ്യുകയാണ്? അങ്ങ് മോളിൽ പോവുകയാണ്. 1/2 മോളിൽ പോയാൽ എന്ത് സംഭവിക്കുന്നു? നോക്കൂ, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ പറയുന്ന ആണ് ആരുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? മ്യൂ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. നോക്കണേ നിങ്ങൾ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് എന്ന് വിളിക്കാം. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ പണ്ട് മുതൽ നമുക്കൊരു വേറൊരു പേര് വിളിക്കാറുണ്ട്, ഓർമ്മയുണ്ടോ? പാസ്കൽ. സോ നമുക്ക് അവൻ എന്ത് വിളിക്കാം? പാസ്കൽ സെക്കൻഡ്, വിച്ച് മീൻസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? സിംപ്ലി പാസ്കൽ സെക്കൻഡ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ 2 യൂണിറ്റിൽ പറയാം. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ തന്നിരിക്കുന്ന വിസ്കോസിറ്റി പാസ്കൽ സെക്കൻഡിലായിരിക്കാം. കാരണം മിക്കവാറും പ്രോബ്ലത്തിൽ ഇത് വിസ്കോസിറ്റി ആണെന്ന് പറയത്തില്ല. ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടി ഇത്ര പാസ്കൽ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ ഇത്ര ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണെന്നൊക്കെ പറയും. അപ്പോൾ യൂണിറ്റ് കണ്ട് തിരിച്ചറിഞ്ഞോളാം ഇവൻ വിസ്കോസിറ്റി ആണോ അല്ലയോ എന്ന്. ഇനിയും നിങ്ങൾ അവരെന്ത് ചെയ്യാം? മാനിപ്പുലേറ്റ് ചെയ്യാം. ഡയറക്റ്റ്ലി ഇങ്ങനെ തരത്തില്ല, ഒരു അല്പം കൂടെ വളഞ്ഞ വഴികൾ തരും. നോക്കൂ നിങ്ങൾ, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഈ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ? നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. നോക്കൂ നിങ്ങൾ, ന്യൂട്ടൺ, വാട്ട് ഈസ് ന്യൂട്ടൺ? ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഫോഴ്സ് എവിടെ നിന്നാണ് വന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ, F ഈസ് ഈക്വൽ ടു MA. ഈ MAയുടെ യൂണിറ്റ് ആണ് ആര്? ന്യൂട്ടൺ. എഫിന്റെ യൂണിറ്റ് അല്ലേ ന്യൂട്ടൺ. പക്ഷേ MA എന്ന് പറഞ്ഞാൽ എന്താണ്? മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ആക്സിലറേഷൻ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂട്ടൺ. അപ്പൊ ഇവിടെ കിടക്കുന്ന ന്യൂട്ടനെ ഞാൻ മാറ്റുകയാണ്. എങ്ങനെ മാറ്റുകയാണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കൊടുത്തു. ഉണ്ട് ഇൻറ്റു ഒരു സെക്കൻഡ് ഉണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? ഞാൻ മീറ്റർ സ്ക്വയർ കൊടുത്തു. ശരിയല്ലേ? ഇവിടെ ആരൊക്കെ തമ്മിൽ കട്ട് ചെയ്ത് പോകുന്നു നിങ്ങളൊന്ന് നോക്കുന്നു, ഒബ്സർവ് ചെയ്യൂ. ആരെല്ലാം തമ്മിൽ കട്ട് ചെയ്ത് പോകുന്നു? ഈ കാണുന്ന സെക്കൻഡും കട്ട് ചെയ്ത് പോകുന്നു. ഒരു മീറ്ററും കട്ട് ചെയ്ത് പോകുന്നു. സോ ആൻസർ ഫൈനലി എന്ത് വരുന്നു? കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് അല്ലേ? കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് വരും. കണ്ടോ, ഈ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് ആരുടെ യൂണിറ്റ് ആണ്? വിസ്കോസിറ്റി യൂണിറ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഒന്നുകിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിൽ തരാം, ഇല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡിൽ തരാം, അല്ലെങ്കിൽ എന്തിലോട്ട് വരും അറിയാമോ? ഇറ്റ് വിൽ ബി പാസ്കൽ സെക്കൻഡ്. കണ്ടോ, അങ്ങനെ 3 യൂണിറ്റുകളാണ് തന്നിരിക്കുന്നത്. കണ്ടോ, ഈ 3 യൂണിറ്റുകളും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ 3 യൂണിറ്റുകളും ഏതെങ്കിലും ഒന്നിലായിരിക്കും തരുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പഠിച്ചതൊക്കെ SI യൂണിറ്റിലാണ്. മിക്കവാറുമുള്ള പ്രോബ്ലത്തിൽ അവർ SI യൂണിറ്റിലായിരിക്കത്തില്ല വിസ്കോസിറ്റി തരുന്നത്. അവർ പോയിസിലോ സെന്റിപോയിസിലോ തരും, വിച്ച് മീൻസ് CGS യൂണിറ്റിൽ തരും. നമുക്ക് CGS യൂണിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തന്നിരിക്കുന്ന CGS യൂണിറ്റ് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മുടെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? CGSൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നോക്കൂ, ഞാനിങ്ങനെ എടുക്കുന്നു കിലോഗ്രാം നോക്കൂ. സോ CGS യൂണിറ്റ് മനസ്സിലാക്കണം. CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അറിയാം, നമ്മുടെ വിസ്കോസിറ്റി യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് ആണ്. അതായത് CGS യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന്മാർ കിലോഗ്രാമിനെ റെപ്രസെന്റ് ചെയ്യുന്നതില്ല, എപ്പോഴും ഗ്രാമിലായിരിക്കും. അവർ മീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നതില്ല, എപ്പോഴും സെന്റിമീറ്ററിലായിരിക്കും. സെക്കൻഡിന് അവർ എന്തിൽ തന്നെ റെപ്രസെന്റ് ചെയ്യും? സെക്കൻഡ് തന്നെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ കിലോഗ്രാമിനെ നമ്മളെ ഗ്രാമിലോട്ട് കൊണ്ടുവരിക, മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ നോക്കൂ, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ്. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. സെക്കൻഡ് തന്നെയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ കാണുന്ന ഗ്രാം പെർ സെന്റിമീറ്റർ സെക്കൻഡ് കണ്ടോ? ഇവനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോയ്സ്. ദിസ് ഈസ് അവർ പോയ്സ്, വിച്ച് മീൻസ് 1 കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് എന്ന് വെച്ചാൽ എത്രയാണ്? 10 പോയ്സ് ആണ്. കണ്ടോ, 10 പോയ്സ്. 1 കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് എന്ന് വെച്ചാൽ എത്രയാണ്? 10 പോയ്സ് ആണ്. അല്ലെങ്കിൽ 1 പോയ്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇറ്റ് ഈസ് 1/10
10 കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. അതായത് പോയിസിൽ തന്നാൽ ഡിവൈഡ് ബൈ 10 ചെയ്താൽ മാത്രമേ എന്തിലോട്ട് മാറത്തുള്ളൂ, കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡിലോട്ട് നമ്മുടെ യൂണിറ്റ് മാറത്തുള്ളൂ. ഇനി ചിലപ്പോൾ കുറേ കൂടെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ എന്തെന്ന് അറിയുമ്പോൾ അവർ പോയിസിലല്ല സെൻറ്റി പോയിസിൽ തരും. വിച്ച് മീൻസ് 1 സെൻറ്റി പോയിസ് ഈസ് ഈക്വൽ ടു 1/100 പോയിസ് ആണ്. പോയിസ് നമുക്ക് പി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, 1 സെൻറ്റി പോയിസ് എന്ന് പറയുന്നത് ഇപ്പോൾ 1 പോയിസ് ഇസ് ഈക്വൽ ടു 1/10 ആണ്. അപ്പോൾ 1 സെൻറ്റി പോയിസ് എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് ആയിരിക്കും? സെൻറ്റി പോയിസിനെ പോയിസിലോട്ടാക്കാൻ 1/10, പോയിസിനെ കിലോഗ്രാം മീറ്റേഴ്സിലൊക്കെ ആക്കാൻ ചെയ്യാൻ 1/10. അപ്പോൾ 1/10 × 1/100 എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1/1000 കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. കൂടുതൽ കൺഫ്യൂസ്ഡ് ആവണ്ട. പോയിസിൽ തന്നാൽ ഡിവൈഡ് ബൈ 10 ചെയ്താൽ എന്ത് കിട്ടും? കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് തരും. ഇനി തന്നിരിക്കുന്ന യൂണിറ്റ് സെൻറ്റി പോയിസിലാണെങ്കിൽ ഡിവൈഡ് ബൈ 1000 ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ, അവൻ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡിലോട്ട് എത്തത്തുള്ളൂ എന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ക്ലിയർ ആയോ എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രോപ്പർട്ടി വിസ്കോസിറ്റി? വാട്ട് ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടേംസുകൾ? ഒന്ന് ഷിയർ ഫോഴ്സ്, ഷിയർ സ്ട്രെസ്, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആയ du/dy. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഈ സിമ്പിളായിട്ട് പഠിച്ച എല്ലാ ടേംസുകളും ഇൻക്ലൂഡ് ഉള്ള ഒരു ഇൻട്രോഡക്ടറി പ്രോബ്ലം, അതായത് ഈ പഠിച്ചതൊക്കെ എന്ത് ചെയ്യിക്കാൻ ഒരു പ്രോബ്ലത്തിലിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം. അതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകാം. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? ടൗ ഈസ് ഈക്വൽ ടു mu × du/dy ആണ് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഇതിൽ ഒരു ടാസ്ക് എന്ന് പറയുന്നത് du/dy എന്ന് പറയുന്ന വെലോസിറ്റി ഗ്രേഡിയന്റ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ജോലി. അത് പല രീതിയിൽ ക്വസ്റ്റ്യൻ തരാം. ചിലപ്പോൾ അത് വെലോസിറ്റി പ്രൊഫൈൽ, ഇഫ് ദ വെലോസിറ്റി പ്രൊഫൈൽ ഇസ് ലീനിയർ എന്ന ക്വസ്റ്റ്യൻ പറയാം. എന്താണെന്ന് വെലോസിറ്റി പ്രൊഫൈൽ ഇപ്പം നിങ്ങൾ പഠിപ്പിക്കുന്നില്ല, അത് ഞാൻ ഒരു പ്രോബ്ലം വെച്ചിട്ടുണ്ട്, ആ പ്രോബ്ലത്തിൽ പറഞ്ഞുതരാം എന്താണ് വെലോസിറ്റി പ്രൊഫൈൽ എന്ന്. ചിലപ്പോൾ ആ ഞാൻ പറയുന്ന വെലോസിറ്റി പ്രൊഫൈൽ ലീനിയർ ആകാം, നോൺ ലീനിയർ ആകാം, പാരാബോളിക് ആകാം, ക്യൂബിക്കൽ ആകാം, അങ്ങനെ പല രീതിയിലാകാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എങ്കിൽ we will assume if nothing is mentioned in the problem, then we will assume velocity profile ആസ് ലീനിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെലോസിറ്റി പ്രൊഫൈൽ അസ്യൂം ചെയ്യും. അങ്ങനെ ലീനിയർ ആണെങ്കിൽ ഈ du/dy എന്ന് പറഞ്ഞാൽ സിംപ്ലി ആരായി മാറുന്നു, u/y ആയി മാറുന്നു. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി, ഫ്ലൂയിഡ് ലെയറിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ആ ഫ്ലൂയിഡ് ലെയറിൻ്റെ ഒരു പെർട്ടിക്കുലർ റെഫറൻസിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് ആയ u/y ആയിട്ട് മാറും. നിങ്ങൾ തൽക്കാലം ഇത് പ്രോബ്ലം തൊട്ടടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് മനസ്സിലാകും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഒന്നും ക്വസ്റ്റ്യനകത്ത് ഒന്നും പറയുന്നില്ല എങ്കിൽ du/dy നമുക്ക് എങ്ങനെ എടുക്കാം, സിംപ്ലി u/y ആക്കി എടുക്കാം. ഇത്രയും മാത്രം പഠിച്ചത്. ഈ പറഞ്ഞിരിക്കുന്ന പോയിസിൻ്റെ യൂണിറ്റ് മനസ്സിലാക്കുക, du/dy എന്താണെന്ന് മനസ്സിലാക്കുക, ഷിയർ സ്ട്രെസ് മനസ്സിലാക്കുക, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി മനസ്സിലാക്കുക. ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഒരു സിമ്പിൾ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. വെർ ഇസ് ദ സിമ്പിൾ പ്രോബ്ലം? വെർ ഈസ് ദ സിമ്പിൾ പ്രോബ്ലം? ദിസ് ഇസ് ദ സിമ്പിൾ പ്രോബ്ലം. കണ്ടോ, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതുവരെ പഠിച്ച എല്ലാ സാധനവും ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നോക്കൂ നിങ്ങൾ, ആദ്യം എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എ പ്ലേറ്റ് 0.025 mm distance from a fixed plate moves at a 60 centimeter per second, requires a force of 2 Newton per unit area, that is 2 Newton per meter square, to maintain the speed. Determine the fluid viscosity. ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? mu ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതോടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നേരെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വരെ പറയാൻ പോവുകയാണ്. 2 പ്ലേറ്റുകളുണ്ട്. ഒരു പ്ലേറ്റ് ഫിക്സ്ഡ് ആണ്, മറ്റേ പ്ലേറ്റ് മൂവ് ചെയ്യുകയാണ്. നമുക്കത് വരയ്ക്കാം. സീ ദിസ്, ഇതൊരു പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് എ പ്ലേറ്റ്, ഓക്കെ, ആൻഡ് ദിസ് പ്ലേറ്റ് ഈസ് ഫിക്സ്ഡ് ആണ്. ഈ ഫിക്സഡ് പ്ലേറ്റിൽ നിന്ന് കുറച്ച് ദൂരം മാറി ഒരു മൂവിങ് പ്ലേറ്റ് ഉണ്ട്. എത്ര ദൂരമാണ്? 0.025 mm ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പ്ലേറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ആ പ്ലേറ്റ് വരയ്ക്കാൻ പോകുക. ലെറ്റ്സ് സേ ദിസ് ഇസ് ദാറ്റ് പ്ലേറ്റ്. ഇതാണ് ആ പറയുന്ന മൂവിങ് പ്ലേറ്റ്. ഈ പ്ലേറ്റ് എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഫിക്സഡ് പ്ലേറ്റിൽ നിന്ന് എത്ര ദൂരം മാറിയാണ് ഈ പ്ലേറ്റ് നിൽക്കുന്നത്? 0.025 mm മാറിയാണ് ആര് നിൽക്കുന്നത്, ഈ പ്ലേറ്റ് നിൽക്കുന്നത്. വെറുതെ നിൽക്കുകയല്ല, ആ പ്ലേറ്റ് മൂവ് ചെയ്യുകയാണ്. നോക്കൂ എങ്ങനെ മൂവ് ചെയ്യുന്നു. വിത്ത് എ വെലോസിറ്റി ഓഫ് 60 centimeter per second ഈ ഫ്ലൂയിഡ് ഇവൻ എന്ത് ചെയ്യുകയാണ്, ഈ പ്ലേറ്റ് മൂവ് ചെയ്യുകയാണ്. ഈ 2 പ്ലേറ്റുകൾക്കിടയിൽ ആരുണ്ട്? ഫ്ലൂയിഡ്സ് ഉണ്ട്. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ ഫ്ലൂയിഡ്. കണ്ടോ, ലെറ്റ്സ് സേ ദിസ് ഇസ് ദ ഫ്ലൂയിഡ്. ഈ 2 പ്ലേറ്റുകൾക്കിടയിൽ ആരെ ഫിൽ ചെയ്തിരിക്കുകയാണ്? ഫ്ലൂയിഡ്സിനെ ഫിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു?
ഈ രണ്ട് പ്ലേറ്റുകളുണ്ട്, ആ പ്ലേറ്റുകൾക്കിടയിൽ കുറച്ച് ഫ്ലൂയിഡ്സിനെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ലോവർ പ്ലേറ്റിനെ ഫിക്സ് ചെയ്തു. അപ്പർ പ്ലേറ്റിനെ പിടിച്ച് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഫ്ലൂയിഡ് ലെയറുകൾക്കിടയിൽ എന്ത് സംഭവിക്കുന്നു? ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ ഫ്ലൂയിഡിന് പറഞ്ഞിരിക്കുന്ന, ഈ ഫ്ലൂയിഡിന് കൊടുത്തിരിക്കുന്ന വിസ്കോസിറ്റി മ്യൂ കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സിമ്പിളാണ്. ദേ ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ദ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. എന്താ ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്? tau is equal to mu into du divided by dy. കണ്ടുപിടിക്കാനുള്ളത് ആരാണ്? മ്യൂ എന്ന് പറയുന്ന വിസ്കോസിറ്റിയാണ്. സോ മ്യൂ എന്ന് പറയുന്ന വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു tau ഇൻറ്റു dy ഡിവൈഡഡ് ബൈ du. നേരെ അപ്പുറത്ത് കൊണ്ടുപോയി ക്രോസ് മൾട്ടിപ്പിൾ, അത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ ഡയറക്ട്ലി തന്നിട്ടുണ്ട് മൂവിംഗ് പ്ലേറ്റിനെ വലിച്ചു കൊണ്ടുപോകാൻ ഫോഴ്സ് 2 Newton per unit area, ഇൻഡയറക്ട്ലി 2 Newton per unit area, which means 2 Newton per meter square. അപ്പോൾ ഷിയർ സ്ട്രെസ് ടൗ തന്നിരിക്കുകയാണ്. എത്ര എന്ന് പറയുന്നുണ്ട്? ഇറ്റ് ഈസ് 2 Newton per meter square. സോ ടൗ അറിയാം. ഇനി വേണ്ടേ dy വേണം, ഡിയും വേണം. ഞാൻ നോക്കൂ, നമുക്ക് രണ്ട് ഫ്ലൂയിഡ് ലെയർ വേണം. ഒരു ഫ്ലൂയിഡ് ലെയർ ഞാൻ എന്ത് ചെയ്യണം? ഈ കാണാൻ ഫിക്സൽ പ്ലേറ്റുമായി ചേർന്ന് കിടക്കുന്ന ഒരു ഫ്ലൂയിഡ് ലെയർ ഞാൻ എടുക്കാം. ലെറ്റ്സ് സേ കണ്ട് ഈ പ്ലേറ്റുമായി ചേർന്ന് കിടക്കുന്ന ഒരു ഫ്ലൂയിഡ് ലെയർ ഞാൻ എടുത്തു. മറ്റു ലെയർ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ കാണുന്ന മൂവിംഗ് പ്ലേറ്റുമായി ചേർന്ന് കിടക്കുന്ന ലെയറും എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഒബ്സർവേഷൻ നടത്തുന്നത് എവിടെയാണ്? ഈ രണ്ട് ഫ്ലൂയിഡ് ലെയറുകൾ തമ്മിലാണ്, ഇല്ലേ? ഒരു ഫ്ലൂയിഡ് ഒരു സോളിഡ് ബോഡിയിലോട്ട് ഫ്ലോ ചെയ്താൽ ഒരു മൈക്രോൺ തിക്നെസ് ഉള്ള ഒരു ഫ്ലൂയിഡ് ലെയർ എന്ന് പറയുമ്പോൾ ആ സോളിഡ് ബോഡിയിലേക്ക് അങ്ങ് അറ്റാച്ച്ഡ് ആയി പോകുന്നു. അവൻ ആ സോളിഡ് ബോഡിയുടെ വെലോസിറ്റി ആയി മാറുന്നു. വിച്ച് മീൻസ് ഈ ബോട്ടം ലെയറിലുള്ള ഫ്ലൂയിഡ് ലെയർ എന്താകുന്നു? ഈ ബോട്ടം ലെയറിലുള്ള ഫിക്സൽ പ്ലേറ്റിൽ അങ്ങ് അറ്റാച്ച്ഡ് ആകുന്നു. കാരണം അവൻ്റെ വെലോസിറ്റി അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് നമ്മൾ ഒബ്സർവ് ചെയ്താലും ഇങ്ങനെ ഹിൽസ് ആൻഡ് വാലീസ് കാണും. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇതൊരു പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് നമ്മൾ ഹ്യൂമനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ മൈക്രോസ്കോപ്പിക്കിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഹിൽസ് ആൻഡ് വാലീസ് കാണും. അപ്പോൾ ഈ ഇതിലേക്ക് നമ്മൾ ആരെ കടത്തി പിടിക്കാൻ? ഫ്ലൂയിഡ് ലെയറിനെ കടത്തി വിട്ടാൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഹിൽസ് ആൻഡ് വാലീസിലൂടെ എന്തായി ഇപ്പോൾ സ്റ്റക്കായി പോകും. അതുകൊണ്ട് എല്ലാ ഫ്ലൂയിഡ്സും ഒരു സോളിഡ് സർഫസിലേക്ക് നമ്മളങ്ങ് ഒഴുക്കി വിട്ടാൽ എന്ത് സംഭവിക്കുക പറയുമ്പോൾ ഒരു മൈക്രോൺ ലെയർ തിക്നെസ് ഉള്ള ഫ്ലൂയിഡ് ലെയർ ആ സോളിഡ് സർഫസിലേക്ക് അറ്റാച്ച്ഡ് ആയി പോകുന്നു. പിന്നെ അവൻ്റെ വെലോസിറ്റി ആ സോളിഡ് സർഫസിൻ്റെ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ബോട്ടം ലെയറിൻ്റെ വെലോസിറ്റി 0, കാരണം ആ പ്ലേറ്റ് ഫിക്സ്ഡ് ആണ്. അപ്പർ ലെയറിൻ്റെ വെലോസിറ്റി ആ പ്ലേറ്റിൽ ഫിക്സ്ഡ് ആണ്, മൂവിംഗ് പ്ലേറ്റിൽ ഫിക്സ്ഡ് ആണ്. ആ പ്ലേറ്റിൻ്റെ വെലോസിറ്റി 60 cm/s ആണ്. അപ്പോൾ അവൻ്റെ ലെയറും അതേ വെലോസിറ്റി ആയിട്ട് മാറുന്നു. ഇനി നോക്കൂ, വാട്ട് ഈസ് du ഹിയർ? du by dy എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനകത്ത് വെലോസിറ്റി പ്രൊഫൈലിനെ പറ്റി ഒന്നും പറയുന്നില്ല, ഒരു വകയും പറയുന്നില്ല. അപ്പം നമുക്ക് അവൻ എന്താക്കി എടുക്കാം? ലീനിയർ വെലോസിറ്റി പ്രൊഫൈലാക്കി എടുക്കാം. ലീനിയർ വെലോസിറ്റി പ്രൊഫൈൽ ആണെങ്കിൽ ഇത് സിംപ്ലി u by y. ഈ u y എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്ലൂയിഡ് ലെയറുകൾ തമ്മിലുള്ള വെലോസിറ്റി ഡിഫറൻസ് ആണ്. ഈ ബോട്ടം ലെയറിലുള്ള ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എത്രയാണ്? ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്, ഇല്ലേ? ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 60 ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആരാണ്? 60 cm/s. അപ്പോൾ ഗിവൻ വെലോസിറ്റി നേരെയും കൊടുക്കുക. പക്ഷേ ആ ഗിവൻ വെലോസിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ ആ u എന്ന് പറഞ്ഞ സാധനം ആരായി മാറുന്നു? സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ മറക്കരുത്. അപ്പോൾ 0.6 m/s ആയിട്ട് മാറുന്നു. ഈ y എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫ്ലൂയിഡ് ലെയറുകൾ തമ്മിൽ ഡിസ്റ്റൻസ് എത്രയെന്ന് പറയുന്നുണ്ട്? 0.025 m. സോ ദിസ് ഈസ് 0.025 m. പക്ഷേ ഇൻറ്റു 10⁻³ കൊടുക്കാൻ മറക്കരുത്. കാരണം നമ്മൾ ചെയ്യേണ്ടതെല്ലാം മീറ്ററിലാണ്, SI യൂണിറ്റിലാണ് ചെയ്യേണ്ടത്, മില്ലിമീറ്ററിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ടൗവിൻ്റെ വാല്യൂ എത്രയാണ്? 2 Newton per meter square. dy എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഗ്യാപ്പാണ്, അത് എത്രയാണ്? 0.025 ഇൻറ്റു 10⁻³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വളരെ സിമ്പിളാണ്. ദെൻ ഡിനോമിനേറ്റർ പിന്നെ ആരാ ഉള്ളത്? ഡിനോമിനേറ്ററിൽ u എന്ന് പറയുന്ന വെലോസിറ്റി, du എന്ന് പറയുന്ന വെലോസിറ്റി, ദാറ്റ് ഈസ് 0.6 m/s. കണ്ടോ? കഥ കഴിഞ്ഞു. എല്ലാ ഡേറ്റാസും നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് പുട്ട് ദ വാല്യൂ, ഗെറ്റ് ദ ആൻസർ എന്ന പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിലൂടെ നമ്മൾ എന്താ പരിചയപ്പെടുന്നത്? എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? അതിനകത്തുള്ള ഓരോ ടേംസിനെയും ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, നമുക്കത് എങ്ങനെ അബ്സോർവ് ചെയ്യാം, എങ്ങനെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് പഠിക്കാൻ വേണ്ടിയുള്ള സിമ്പിൾ പ്രോബ്ലമാണ്. ക്ലിയർ ആയല്ലോ? ഒട്ടുമിക്ക കുട്ടികൾക്കും ചിലപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഫ്ലൂയിഡ് ലെയറുകൾ തമ്മിലുള്ള കഥകൾ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ തന്നിരിക്കുന്ന വെലോസിറ്റി നിങ്ങൾ u ആക്കി എടുക്കുക. രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് എന്താക്കി എടുക്കുക? y ആക്കി അങ്ങ് എടുത്താൽ മതി. ഫ്ലൂയിഡ് ഫില്ലായി കിടക്കുന്ന ആ ഡിസ്റ്റൻസിന് നമുക്കങ്ങ് y ആക്കി എടുക്കാം. തന്നിരിക്കുന്ന വെലോസിറ്റി നമുക്ക് എന്താക്കി എടുക്കാം? u ആക്കി എടുക്കാം. ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ് ഇൻ ദ പ്രോബ്ലം. ഇത് എപ്പോഴും എടുക്കാൻ പറ്റൂ? ഓൺലി ഇഫ് ദ വെലോസിറ്റി പ്രൊഫൈൽ ഈസ് ലീനിയർ. ഈ ക്വസ്റ്റ്യൻ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി പ്രൊഫൈൽ ലീനിയർ ആക്കി നമുക്ക് അസ്യൂം ചെയ്യാം. നമുക്ക് അതിൻ്റെ വാല്യൂ എടുക്കാം. So 2 into 0.025 10⁻³ divided by 0.6. So finally we will get the viscosity as 8.33 into 10⁻⁻⁴ 10⁻⁻⁴ അല്ല -5 ആണ് കേട്ടോ.
-5 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ വിസ്കോസിറ്റി മ്യൂ കിട്ടും. ഇത് ചിലപ്പോൾ ക്വസ്റ്റിനിൽ പറയും ഫൈൻഡ് ദ വാല്യൂ ഓഫ് വിസ്കോസിറ്റി ഇൻ പോയ്സ് എന്ന് ചോദിക്കും. അപ്പോൾ ഇവനെ പോയ്സിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ചെയ്യുക. 10 ചെയ്യുമ്പോൾ ഒരു -5 മാറി എന്തായി മാറും? -4 ആയി മാറും. സോ 8.33 ഇൻറ്റു 10⁻⁻4 പോയ്സ്. കേട്ടോ, പോയ്സിന് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പഠിച്ചു, വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പഠിച്ചു. ആ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിക്കകത്തുള്ള ടേംസുകൾ, ബേസിക് ടേംസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബേസിക് പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ ഗ്രാജുവലി ഈ ഞാൻ പറഞ്ഞൊരു വിസ്കോസിറ്റി വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു സിമ്പിൾ പ്രോബ്ലത്തിലൂടെ മാത്രം നമുക്ക് അവനെ അങ്ങ് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കുറേ പ്രോബ്ലംസ്, നമുക്കൊരു 4-5 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. എക്സാമിനോട് ഒരു പ്രോബ്ലം വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ അപ്പോൾ അടുത്ത പ്രോബ്ലമായി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.